പ്രതിപക്ഷ നേതാവ് ഇന്നലെ നമ്മുടെ നിയമസഭാ നടപടിക്രമങ്ങളുടെ ഭാഗമായി അജണ്ടയിലുണ്ടായിരുന്ന 2024 കേരള പഞ്ചായത്ത് രാജ് രണ്ടാം ഭേദഗതി ബില്ലും 2024 കേരള മുനിസിപ്പാലിറ്റി രണ്ടാം ഭേദഗതി ബില്ല് സബ്ജക്റ്റ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കുമെന്നായിരുന്നു നമ്മുടെ അജണ്ടയിലുണ്ടായിരുന്നത്. എന്നാൽ സബ്ജക്റ്റ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കാതെ ചട്ടം 76, 77, 237 എന്നിവ ഇളവ് ചെയ്തുകൊണ്ട് ഇന്നലെ സഭ പാസാക്കിയ ദൗർഭാഗ്യകരമായ നടപടിയിലേക്ക് അങ്ങയുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. സാർ, ഇന്നലെ ഞങ്ങൾ കൊടുത്തിരുന്ന റൂൾ 50 നോട്ടീസിൽ സർക്കാരിൻ്റെ അന്വേഷണം നടത്തില്ല എന്നുള്ള സർക്കാരിൻ്റെ തീരുമാനത്തിന് പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ നടുത്തളത്തിലിറങ്ങി സമരം നടത്തിയിട്ടുണ്ട്. അങ്ങനെ നടുത്തളത്തിലിറങ്ങി സമരം നടത്തുന്നത് ഈ സഭയിലെ ആദ്യത്തെ സംഭവമൊന്നുമല്ല. UDF ഭരണകാലത്ത് ബാർഗോഴയുമായി സംബന്ധിച്ച് ഒരു ഡസനിലധികം പ്രാവശ്യം നടുത്തളത്തിൽ സമരം നടത്തിയിട്ടുണ്ട്. അതിൽ പ്രതിപക്ഷം പാർലമെൻറ്റിലും നിയമസഭകളിലൊക്കെ ചെയ്യുന്നതാണ്. പക്ഷേ സാർ, ആ സമയം ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട ബില്ല് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ, മുനിസിപ്പൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ ഡീലിമിറ്റേഷൻ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട ബില്ല് സാർ, ഞങ്ങളത് അജണ്ടയിലുള്ളത് തിരിച്ച് സബ്ജക്റ്റ് കമ്മിറ്റിയിലേക്ക് പോകുമെന്നാണ് അജണ്ടയിലുള്ളത്. സബ്ജക്റ്റ് കമ്മിറ്റിയിൽ പോയി സബ്ജക്റ്റ് കമ്മിറ്റിയിൽ ചർച്ച നടത്തി സബ്ജക്റ്റ് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള ബില്ല് അംഗങ്ങളുടെ ഇടയിൽ സർക്കുലേറ്റ് ചെയ്ത് അംഗങ്ങൾക്ക് ഭേദഗതികൾ കൊടുക്കാനുള്ള സമയം കൊടുത്ത് ആ ഭേദഗതികൾ വെച്ചുകൊണ്ട് രണ്ടാം വായനയ്ക്കും മൂന്നാം വായനയ്ക്കുമുള്ള അവസരം നൽകണം. ഇതല്ലോ ബില്ല് പാസ്സാക്കുന്നതിൻ്റെ നടപടിക്രമം. സാർ, ആ നടപടിക്രമങ്ങളെ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ട് ഞങ്ങൾ ഇന്നലെ പ്രതിഷേധിച്ചു എന്ന ഒറ്റ കാരണം പറഞ്ഞുകൊണ്ട് ആ ബില്ല് പാർലമെൻറ്റിൽ മോഡി ഗവൺമെൻറ് ബില്ല് പാസ്സാക്കുന്നത് പോലെ ഒരു മോഡി ശൈലിയിൽ ഇന്നലെ ഇവിടെ ബില്ല് പാസ്സാക്കുകയുണ്ടായത്. സാർ, അത് ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല. കേരള നിയമസഭയ്ക്ക് ബില്ലുകൾ പാസ്സാക്കുന്നതിൻ്റെ ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തെ കളഞ്ഞു കുളിച്ചുകൊണ്ട് ജനാധിപത്യ സംവിധാനത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ഈ നിയമസഭയുടെ പാരമ്പര്യത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ഈ നിയമസഭയുടെ സവിശേഷതകളെ ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഏകപക്ഷീയമായ ഒരു നടപടിയായിരുന്നു ഇന്നലെ ചെയ്തത് എന്ന് പറയുന്നതിൽ ഖേദമുണ്ട് സാർ. സാർ, ഇത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഇത്രയും വലിയൊരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇത്രയും വലിയൊരു ആഘാതം കിട്ടിയിട്ടും ഇതുപോലെ ധാർഷ്ട്യം നിറഞ്ഞ ധിക്കാരം നിറഞ്ഞ ഒരു നിലപാട് സ്വീകരിക്കാൻ പാടില്ല. ഇത് എല്ലാ സാമാജികർക്കും, പ്രതിപക്ഷത്തിന് മാത്രമുള്ളതല്ല, എല്ലാ സാമാജികർക്കും ഭേദഗതികൾ, ഞങ്ങളൊക്കെ ഭരണകക്ഷിയിൽ ഉള്ളപ്പോഴും നൂറുകണക്കിന് ഭേദഗതികൾ അവതരിപ്പിച്ച് ബില്ലിൽ സംസാരിക്കുന്ന ആളുകളാണ്. പ്രതിപക്ഷത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, എല്ലാ നിയമസഭാ സാമാജികർക്കും കിട്ടേണ്ട എന്ത് ധൃതിയാണ് സാർ ഉണ്ടായത്? അൺനെസസറി ഹേസ്റ്റ് അല്ലേ, അനാവശ്യമായ ധൃതി. ഈ സഭ എത്ര ദിവസം സമ്മേളിക്കുന്നുണ്ട്? ഈ സഭയ്ക്ക് മുഴുവൻ അപമാനകരമായ സംഭവമാണ് നടന്നത്. അങ്ങ് ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ റൂളിംഗ് നടത്തണം എന്ന് പറയണം. ബഹുമാനപ്പെട്ട മന്ത്രി ഇന്നലെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു, അനൗപചാരികമായി ഞങ്ങൾ ഇത് സമ്മതിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങേ പോലെ ഒരാൾ അത് പറയാൻ പാടില്ല. ഒരു തരത്തിലുള്ള ചർച്ചയും കേരളത്തിൽ പ്രതിപക്ഷവുമായിട്ട് ഈ വിഷയത്തിൽ നടത്തിയിട്ടില്ല. ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല. ഡീലിമിറ്റേഷൻ ബില്ല് ഞങ്ങൾ കൂടി പങ്കെടുത്ത് ഞങ്ങളുടെ അഭിപ്രായം കൂടി വന്ന് ഞങ്ങളുടെ ഭേദഗതികൾ കൂടി വന്നല്ലേ പാസ്സാക്കേണ്ടത്. അപ്പോൾ ഇല്ലാത്ത കാര്യം മാധ്യമപ്രവർത്തകരോട് മന്ത്രി പറഞ്ഞു, അതിലൂടെ പ്രതിഷേധം പറയുകയാണ്. ഞങ്ങളുമായിട്ട് ഒരിക്കലും ഒരു തരത്തിലുള്ള സംഭാഷണവും ഗവൺമെൻറ് നടത്തിയിട്ടില്ല. സാധാരണ പാർലമെന്ററി മന്ത്രിയോ ബന്ധപ്പെട്ട മന്ത്രിയോ സംസാരിക്കും. എന്താ നിങ്ങൾ എന്ത് വാശി, ആരോടാണ് വാശി തീർത്തത്? സഭയ്ക്കൊരു പേരില്ലേ? മറ്റ് സഭകളിൽ നിന്ന് വ്യത്യസ്തമായി ആ സഭയുടെ പേരിനാണ് ഇവിടെ മോശമായി ഉണ്ടായത്. എന്ത് നേട്ടമാണ് നിങ്ങൾക്കുണ്ടായത്? നിങ്ങൾക്ക് ഇത്രയും വലിയ ഭൂരിപക്ഷം ഇല്ലേ? നിങ്ങൾക്ക് ഇത്ര ആളുകളുടെ ഭൂരിപക്ഷം ഇല്ലേ? ആ ഭൂരിപക്ഷം കൊണ്ട് നിങ്ങൾക്ക് പാസ്സാക്കാമല്ലോ. അല്ലാതെ ഞങ്ങൾ ചെയ്യും. ഇതൊരു നല്ല നടപടിയല്ല സാർ. അതിനെ ഞാൻ ശക്തിയായി എതിർക്കുന്നു. ഐ രജിസ്റ്റർ മൈ പ്രൊട്ടസ്റ്റ്. ഞങ്ങൾ ഒരു കാരണവശാലും ഇത് ആവർത്തിക്കാൻ പാടില്ല എന്നുകൂടി അങ്ങയോട് വിനയപൂർവ്വം പറയുന്നു. ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ അതിശക്തമായ പ്രതിഷേധമുണ്ട്. ഇത് ഈ നിയമസഭയിൽ ഒരു പ്രീസിഡൻ്റായി മാറുകയാണ്. ഇതൊരിക്കലും അങ്ങേക്കുള്ള വിഷമം അങ്ങയുടെ പരിമിതമായ വാക്കുകളിലൂടെ അങ്ങ് പ്രകടിപ്പിച്ചു. അതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് ഇത് തെറ്റായെന്ന്. പക്ഷേ ഇതൊരിക്കലും ഇത് അനുവദിക്കാൻ പാടില്ലാത്ത, ഒരിക്കലും പ്രീസിഡൻ്റ് ആവാൻ പാടില്ലാത്ത ഒരിതാണ്. നേരത്തെ ഞാൻ എൻ്റെ കസേരയിൽ നിന്ന് എണീറ്റ് ആ സമയത്ത് പറഞ്ഞില്ല എന്ന് പറഞ്ഞ മന്ത്രി ഇനി ഭാവിയിൽ ഞങ്ങൾ ഇത് കേട്ട് അടങ്ങിയിരുന്നു എന്ന് പറയും. അതുകൊണ്ട് സാർ, ഈ നടപടി ഇത് പാർലമെന്റിൽ സംഘപരിവാർ സർക്കാർ ചെയ്യുന്ന അതേ രീതിയിലുള്ള ഒരു നടപടി ആയതുകൊണ്ട് അതിൽ ശക്തിയായി പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ വോക്കൗട്ട് ചെയ്യാം. അത് രജിസ്ട്രി കിടക്കട്ടെ.